ഈ മുന്നിൽ കാണുന്ന മൗണ്ടനാണ് നമുക്ക് കയറേണ്ടതെന്ന് തോന്നുന്നു. കുറേ പേര് അവിടെ എത്തി. ഇപ്പം നമ്മൾ ഓൺ ദ വേയിലാണ്. അലൈൻ്റെ ബ്യൂട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എവിടെ നിന്നാണ് ടേൺ റൈറ്റ് കാണിക്കുന്നു കേട്ടോ. ഇങ്ങനൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. രക്ഷയില്ലാത്ത വ്യൂ ആണ്. ദൂരെ എന്തൊക്കെയോ മലകളൊക്കെ കാണാം. അതിന് താഴെ എന്തോ ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എനിക്ക് വേണം കുറേ പേര് അവിടെ ആളുകൾ അവിടെ താമസിക്കുന്നതും ഒക്കെ കാണാം. ദുബായിൽ നിന്നും ഞങ്ങൾ ഏകദേശം ഒരു 2 hour ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേസിൽ എത്തിയത്. ഇനി ഒരു 15-20 minutes പോലും കാണിക്കുന്നില്ല ഗൂഗിളിൽ നമ്മുടെ ഹൈക്കിംഗ് ലൊക്കേഷനിലേക്ക്. എനിവേ അലൈൻ എന്ന് പറയുന്ന സ്ഥലം കാണാൻ തന്നെ നല്ല രസമാണ്. മൗണ്ടനൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ യാത്ര ഒരു 2 hour എടുത്തെങ്കിൽ പോലും ആ ഒരു യാത്ര ഒട്ടും മടുപ്പില്ലായിരുന്നു. പിന്നെ നമ്മുടെ ജിതിൻ ബ്രോയും ഉണ്ടായിരുന്നു കൂടെ. അപ്പം പുള്ളി അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ സൈഡിലിരിക്കുന്നു. സൈഡിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനും പറ്റി. അതൊരു നല്ല കാര്യമാണ്. ഇതുണ്ട് കല്ലാണോ എന്തോ അത്, പാറയാണോ? ഒരു പ്രത്യേകതരം പാറ. ಹೋಗಿದರೆ ಸ್ಟ್ರೇಟ್ ಮಾಡಿದೆ. ಸೂಪರ್ ಅಂಬ എന്തു വ്യൂ ആണിത്. എവിടെയത്? ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് റീച്ച് ആകാൻ പോകുന്നു. ഇവിടെ നിന്നാണ് തോന്നുന്നു സ്റ്റാർട്ടിങ് പോയിന്റ്. അടിപൊളി വ്യൂ ആണല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അങ്ങനെ ഞങ്ങൾ ജബൽ ഹഫീദ് മൗണ്ടന് താഴെയുള്ള ഒരു പാർക്കിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അനദർ ഹൈക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അബുദാബിയുടെ അണ്ടറിലുള്ള അലൈനിലാണ്. അലൈൻ ജബൽ ഹഫീദ് മൗണ്ടൻ കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ കുറേ കൊളീഗ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എനിക്കാണ് 10-13 ആ ഒരു റേഞ്ചിൽ ഉണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കയറാൻ പോകുന്ന മലയാണ് ആ ബാക്കിൽ കാണുന്നത്, ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹൈക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യത്തെ ഹൈക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് രണ്ടാമത്തെ ഹൈക്കിങ് ചെയ്തത്, ചെയ്യാനായിട്ട് വന്നത്. ആദ്യത്തെ ഹൈക്കിങ് നമ്മുടെ ഒരു ടെറൈൻ ഒരു നോർമൽ ടെറൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നോർമൽ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കാമെന്ന് വെച്ചു. അപ്പം ഞാനൊരു പോൾ മേടിച്ചു, പിന്നെ ഒരു ട്രക്കിംഗ് ഹൈക്കിങ്ങിൻ്റെ ഒരു ഷൂ മേടിച്ചു. അങ്ങനെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് സംഭവങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു, ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അപ്പം UAE ഹൈക്കിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഇത് അലൈൻ പിന്നെ വാദി ഷൗഖ ഇതൊക്കെ നല്ലൊരു സ്പോട്ടാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള വീഡിയോ കാണുക. അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാണ്. ഓൾറെഡി അവിടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും ടാങ്ക് ആണോ? അത്
ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് Sorry guys, we're a bit lost. അല്ല അറിയാതല്ല ഇത് ഞാൻ സെപ്പറേറ്റ് കംപ്ലീറ്റ് ചെയ്ത് അപ്പർ സൈഡ് പോയത് അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു ടെക്നിക്കൽ ടച്ച് ഒന്നും അറിയില്ല ഇതിന്റെ ഒറിജിനൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി ഒരു ബ്ലാക്ക് പാൻറ് ശരിയായിട്ട് വന്നിട്ട് ഇന്നത്തെ വേണം ഓ അടിപൊളി അത് അടിപൊളിയായിരിക്കും മാഷ മാഷ ആണോ ഇല്ല കാണാം അല്ല ഇങ്ങനെ ഫോട്ടോ അതിന് കാലത്ത് കൊടുക്കാൻ ഞാൻ പോകുന്നു ആ പൊളിച്ച് അവിടെ നടന്നോ അവിടെ നടന്നു This is Rachel's track. മോനെ Everyone there? Bring me high today. All right? Wow. Especially with the yellow muffins. Especially way back then. What is even the yellow muffins? Everybody wants Rachel. Where's Rachel? Gone? കേൾക്കുമ്പോൾ
Come down. Right hand to come down. Please. No, no. Here on. Put your hand inside. We'll see that. What is this? Something like. I think it's a quality. It's not rock. Rock craft. It's it's totally different. This is proof that this place was once the ocean. This is easy. I'm seeing all the plants. Look at this. One day this plant will be left. Microphone or what? நான் இதை எடுத்துங்க எல்லாரும் வர அடைச்சிக்கு சொல்றோம் அது கேமரா മെഡിസിനാണ് നേരെ ആശുപത്രി കാണിക്കും. ഇത് പോളോസ് ഉണ്ടോ പോളോസ് ഉണ്ടോ മെലൻ തന്നെയാണ് മെലൻ വിഷം കഴിക്കാൻ പാടില്ല നമുക്ക് ഇവിടെ വിളിക്കാം. ഇതിനകത്തുള്ളതാ ഒരു മുമ്പിനുള്ളതാ മൊത്തങ്ങളൊക്കെ ഒരു മെഡിസിനാണ് നമ്മൾ മീറ്റിംഗ് Taking photo. ഇടുമ്പോൾ നമ്മുടെ ഫീസിനാണ് Yeah. Okay, give me.
അല്ല ഇതിന്റെ ഫലം ഇത് പുഷ് ചെയ്യണം It's a big board, right? Yeah, as long as somebody means they're inspecting. I think so. You're fine on your feet. Yeah. I thought I'm fine. That's what I'm thinking. Do you know what though? You just want to be brilliant. Probably to call out. പക്ഷേ നല്ല കേട്ടോ അടിപൊളി വെച്ചാലോ നമ്മൾ ആദ്യത്തെ ഒരു ലക്ഷം പോയിട്ട് റബിയും കണ്ടോണം കഴിഞ്ഞ ചൊവ്വാഴ്ച ചേട്ടനെ പോലെ അല്ല നമ്മുടെ റാബി ഓക്കെ അവള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നാട്ടിൽ പിന്നെ പറ്റിയത് അപ്പം അവൾക്ക് ഹൈക്കിങ് പോകണമെന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ അത് ഈ പൊടിയുണ്ടാവും ഈ പൊടി എടുക്കും അത് ഉണ്ടാക്കും അതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല ആരും കിട്ടില്ല അതൊരു കയറി വഴിയാ വേണ്ടി കയറി ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കയ്യിൽ മാത്രം പോകുന്നിട്ടാണ് കയ്യിൽ വിട്ട് പോകുന്നത് അതിട്ട് കറങ്ങി അടിക്കാം എല്ലാം അതേ ഡ്രസ്സിൽ പൊടിയുന്നുണ്ട് ചെളിയാണോ അല്ലേ ചെളി അടിഞ്ഞാണോ പൊടിഞ്ഞു പോകുന്നത് പൊടിഞ്ഞു പോകുന്നു ചെളി അടിഞ്ഞാണോ അല്ലേ ഈ ഷോർട്ട് കട്ട് ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ടല്ലേ പറ്റിയതല്ലേ എവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കിട്ടിയ ഞങ്ങളത് കണ്ടില്ല അതാണ് പറ്റി പൊടിഞ്ഞു പോകുന്നു അവന് ചെറിയ ചുമയും പറഞ്ഞു ഞങ്ങൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് അലൈനെ തന്നെ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന ഒരു പ്ലേസിൽ കൂടെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. വരുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു ഡാമും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ഞങ്ങൾ നോക്കി നടന്നതെന്ന് പറഞ്ഞത് ഹൈക്കിങ്ങിൻ്റെ ഒരു ട്രെയിൽസ് ഇതുവരെ കിട്ടിയില്ല. അപ്പം പണ്ടുണ്ടായിരുന്ന പല ട്രെയിൽസും അത് ക്ലോസ്ഡ് ആണ് എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുതിയ ഏതെങ്കിലും ഒരു വഴി കണ്ടെത്തും എന്ന് പ്രതീക്ഷിച്ചാണ് ഇത്രയും നേരം വന്നത്. പക്ഷേ എങ്ങും ഒരു വഴി കണ്ടില്ല. അപ്പം നമ്മുടെ ഓർഗനൈസറും പുള്ളിയും ആകെ ഡെസ്പായി പോയി. കാരണം എറൗണ്ട് 2 hour ട്രാവൽ ചെയ്തിട്ടാണ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയത്. പക്ഷേ ഒരു നല്ലൊരു ഹൈക്കിംഗ് ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടാണ് മെയിനായിട്ടും. പക്ഷേ ഈ ഒരു ടെറൈനൊക്കെ കണ്ടപ്പോൾ നല്ല രസമൊക്കെ തോന്നി. പക്ഷേ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വലിയൊരു വിഷമമായി. അങ്ങനെ ഞങ്ങൾ ഇത്രയും സെർച്ച് ചെയ്തിട്ട് പോലും കിട്ടാത്തത് കൊണ്ട് തന്നെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചങ്ങനെ യാത്രയാവുകയാണ്. ബാക്ക് ടു ദ സെയിം പ്ലേസ്.
ഈ ഒരു റൂട്ടാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന വാദി റൂട്ട്. ആ മുന്നിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡാം എന്ന് പറയുന്നത്. അപ്പം ഇതുവഴി തന്നെയാണ് ഞങ്ങൾ ആദ്യം പോയത്. ആ റൂട്ട് സെയിം റൂട്ടിൽ കൂടി തന്നെയാണ് തിരിച്ച് പോകുന്നത്. കാരണം മുകളിലേക്ക് കയറാനുള്ള വഴിയൊന്നും ഇതുവരെയായിട്ടും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്ന് അറിയാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും നേരം നോക്കിയിട്ടും വേറെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താകും എന്നറിയില്ല. അങ്ങനെ വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് ഏകദേശം എത്താറായി. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ അങ്ങ് എടുത്തു. എനിവേ അങ്ങനെ പാളിപ്പോയ ഒരു ഹൈക്കിംഗ് ആയി പോയത്. ആരുടെയും കുറ്റമല്ല. കാരണം ഓർഗനൈസർ ആണേലും നേരത്തെ കുറേ ഹൈക്കിംഗ് ട്രയൽസ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് കാണിച്ചത്. എനിവേ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.